നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. പ്രമേഹ പ്രതിരോധം കുട്ടിക്കാലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ? ഈ ഒരു തലമുറയിൽ നമ്മളത് കുട്ടിക്കാലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പ്രധാനമായിട്ട് നോക്കുന്ന സമയത്ത് ഇന്നത്തെ കുട്ടികളിൽ അമിതവണ്ണം നല്ല രീതിയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഈ നല്ല രീതിയിലുള്ള വെയിറ്റ് കാരണം കുട്ടികളിൽ, മുതിർന്ന ആളുകളിലും ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികളിൽ കൂടുതലും ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് പ്രമേഹം അഥവാ ടൈപ്പ് 2 ഡയബറ്റീസ്. നോർമലി നിങ്ങളെല്ലാവരും കണ്ടത്, കുട്ടികളിലൊക്കെ കണ്ടിരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ടൈപ്പ് 1 പ്രമേഹമാണ്. ഈ ടൈപ്പ് 1 പ്രമേഹം നമ്മൾ കാണുന്നുണ്ട്. അത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ചേഞ്ചസ് കൊണ്ടൊന്നും അല്ല അത് വരുന്നത്. എന്നാൽ ഇന്ന് ടൈപ്പ് 2 പ്രമേഹം നമ്മൾ ഒരുപാട് ഗണ്യമായ രീതിയിൽ തന്നെ കുട്ടികളിൽ പോലും കണ്ടുവരുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോഴ്സ് പറഞ്ഞു. അമിതവണ്ണാണ് ഈ ഒരു ടൈപ്പ് 2 പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അമിതവണ്ണത്തിനുള്ള റീസൺ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മൾ ഓവറായിട്ട് കഴിക്കുന്ന ഭക്ഷണം, കുട്ടികളെ അമിതമായിട്ട് കുത്തി തീറ്റിക്കുന്ന ഒരു ശീലം ഇന്ന് പാരൻസിൻ്റെ ഇടയിലുണ്ട്. അപ്പം അവർ നന്നായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് അവർക്ക് ഒരു ലൈഫ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യകത ഒട്ടുമില്ല. കുഞ്ഞുങ്ങളിൽ നിങ്ങൾ അമിതവണ്ണം ഉണ്ടാക്കാതിരിക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികളിലൊക്കെ ചെറുപ്പത്തിലേ അവരിൽ വണ്ണം കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ അവരിൽ ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവിൽ മാത്രം ഭക്ഷണം കൊടുത്താൽ മതി. അപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു ഡയബറ്റീസിനുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു 45 വയസ്സ് കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ്. പക്ഷേ ഇന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികളൊക്കെ ആകുമ്പോൾ വെയിറ്റ് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഡയബറ്റീസ് വരുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം പാരൻറ്റിന് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്, അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്. ഇത് വരാനുള്ള ചാൻസസ് ഇല്ല. എന്നാൽ പാരൻറ്റിന് ഇപ്പം ഒരു മാതാപിതാക്കളിൽ ഒരാൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ കുട്ടികളിൽ ഒരു 10% മാത്രമേ ചാൻസ് ഉള്ളൂ ടൈപ്പ് 2 ഡയബറ്റീസ് വരാൻ വേണ്ടിയിട്ട്. അത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇപ്പോൾ 2 പാരൻസിനും, അതായത് 2 പേർക്കും പ്രമേഹം ഉണ്ടെങ്കിൽ, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു 40% ചാൻസ് ഉണ്ട് ഫ്യൂച്ചറിൽ ഡയബറ്റീസ് വരാനുള്ള. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ പാൻക്രിയാസിലുള്ള ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഭക്ഷണമൊക്കെ ദഹിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. ഈ ഗ്ലൂക്കോസിനെ സെല്ലിലോട്ട്, അതായത് കോശങ്ങളിലോട്ട് കൊണ്ടു ചെന്ന് പോകുന്നത് ഇൻസുലിനാണ്. ഇൻസുലിൻ ശരിക്കും ഒരു ലോക്ക് ആൻഡ് കീ സിസ്റ്റം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു നമ്മുടെ എനർജി എന്ന് പറയുന്നത് കോശങ്ങളിലോട്ട് കയറുള്ളൂ. അപ്പം ഈ ഇൻസുലിൻ ഇല്ലാത്തൊരു സ്റ്റേജ്, ഒട്ടും തന്നെ ഇൻസുലിൻ ഇല്ല, പ്രൊഡ്യൂസേ ചെയ്യുന്നില്ലാത്തൊരു സ്റ്റേജിനെയാണ് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടുതലും നമ്മൾ കുട്ടികളിൽ അവർ ജനിച്ച സമയത്ത് തന്നെ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എന്നാൽ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കുറവായിരിക്കും, അത് പ്രോപ്പറായിട്ട് ഉണ്ടാക്കുന്നില്ല, മറ്റൊന്ന് അതിൻ്റെ പ്രവർത്തന ശേഷി കുറയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനെ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആളുകളിൽ ഇന്ന് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികളിലായിക്കോട്ടെ വലിയ ആളുകളിലായിക്കോട്ടെ എല്ലാം തന്നെ ഒരു 25 ഇയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് തന്നെ ഇന്ന് നമ്മൾ എല്ലാവരിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് കണ്ടുവരികയാണ്. ഒന്നെങ്കിൽ അവർ പ്രീ ഡയബറ്റിക് സ്റ്റേജിലായിരിക്കാം, അതായത് അവർക്ക് ഡയബറ്റീസ് എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ളൊരു ലെവലിലാണ് അവർ നിൽക്കുന്നത്. അത്രത്തോളമാണ് ഇന്നത്തെ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഫുഡ് കഴിക്കുന്നത് ഈ കേക്കും പേസ്ട്രീസും അല്ലെങ്കിൽ ചോക്ലേറ്റ്സും മാത്രം കഴിക്കുന്നത് കൊണ്ടല്ല പ്രമേഹം വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന റൈസ് ഐറ്റംസ്, അരി കൊണ്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. ഇപ്പം തന്നെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാലും അവർക്ക് മറ്റെന്തെങ്കിലും കൂടി നിങ്ങൾ മേടിച്ചു കൊടുക്കുക, അതിൻ്റെ കൂടെ മധുരമുള്ള എന്തെങ്കിലും ജ്യൂസ് വാങ്ങി കൊടുക്കുക. ഇതൊക്കെയാണ് തെറ്റായിട്ടുള്ളൊരു കാര്യങ്ങൾ പാരൻസ് ചെയ്യുന്നത്. കുട്ടികൾ, അതായത് ചെറിയ കുട്ടികൾ, 2-3 വയസ്സുള്ള കുട്ടികൾ കരയുമ്പോഴേക്കും അമ്മയോ അച്ഛനോ ആരെങ്കിലും പോയിട്ട് വാങ്ങിക്കൊടുക്കുന്നത് ഈ മിറിണ്ട, ഒന്നാമത് കളേർഡാണ്. ഈ കളറ് കാണുമ്പോൾ കുട്ടിക്ക് കുറച്ചൊരു അട്രാക്ഷൻ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ മാംഗോ ജ്യൂസുകളുണ്ട്, അതും ഒരുപാട് കളർ ചേർക്കുന്നതാണ്. ഇപ്പോൾ ഇവർ കരയുമ്പോഴേക്കും നിങ്ങളിത് മേടിച്ചു കൊടുക്കും. ഒരു തവണ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഇവരെപ്പോഴും ഒരു ശീലമാക്കിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയുള്ള ജ്യൂസുകളൊക്കെ നിങ്ങൾ പരമാവധി വാങ്ങി കൊടുക്കാതിരിക്കുക, വെള്ളം തന്നെ കൊടുത്ത് ശീലിപ്പിക്കുക. ഇല്ലെങ്കിൽ ഇപ്പം വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ലെമൺ, നാരങ്ങ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതിന് പകരമായിട്ട് നിങ്ങൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന കോളകൾ അല്ലെങ്കിൽ പെപ്സി, മിറിണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഷുഗറും വരുന്നു, പ്ലസ് കളറും കൂടി വരുന്നു.
അപ്പം അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പം അതെന്ത് ചെയ്യരുത്, നിങ്ങൾ കൂടുതലായിട്ട് കുഞ്ഞുങ്ങളിൽ വാങ്ങിക്കൊടുക്കാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നോക്കും. പിന്നെ ടൈപ്പ് 1 എന്ന് പറയുന്നത് കൂടുതലും ജെനറ്റിക് ഭാഗമായിട്ടും ഒക്കെ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അതിന് വേണ്ട ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ലൈഫ് സ്റ്റൈലിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ചെയ്യാൻ പറ്റും? ഭക്ഷണ ക്രമീകരണമാണ് കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്. അവരിൽ കൂടുതലായിട്ടും സ്വീറ്റ് അല്ലെങ്കിൽ ഷുഗറി അല്ലെങ്കിൽ അരി ആഹാരം കൂടുതൽ കൊടുക്കുന്നതിന് പകരം നാരുകൾ കൂടുതലായിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കുക. അതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ അവരിൽ എക്സസൈസ് ചെയ്യിപ്പിക്കണം. എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണെങ്കിലും നടക്കാൻ പോവുക അതൊന്നും അവരെ കൊണ്ട് പറ്റുന്ന ഒരു പരിപാടിയല്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് അവരെ കളിക്കാൻ വിടുക. അപ്പോൾ അത് സ്കൂളുകളിലാണെങ്കിലും അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം അവർക്ക് കൊടുക്കുക, അവരെ നന്നായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വയ്ക്കുക. അതായത് അമ്മമാരൊക്കെ ആവുന്ന സമയത്ത് വൈകുന്നേരം അവർ പുറത്ത് വിടാൻ മടി കാണിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മാക്സിമം അവരെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഷട്ടിലോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനൊക്കെ വിടുന്നത് അവരിൽ ഈ പ്രമേഹം അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള കണ്ടീഷൻസ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡ് വാങ്ങിക്കൊടുക്കുന്ന ശീലങ്ങളും മാക്സിമം കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ ബർഗേഴ്സ്, പിസ്സ, സാൻഡ്വിച്ച് ഐറ്റംസുകളൊക്കെ ഒക്കേഷണലി ഓക്കെ. ഇപ്പം കുട്ടിക്ക് വലിയ തടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ കുക്ക് ചെയ്ത് കൊടുത്തോളൂ. അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് ശർക്കരയൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ഒരു മധുര പലഹാരം നമുക്ക് വീട്ടിൽ നിന്ന് അവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ അത് അത്രത്തോളം പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്നത് അല്ലെങ്കിൽ എണ്ണക്കടികൾ ഇതൊന്നും കുട്ടികളിൽ വല്ലാതെ നിങ്ങൾ കൊടുത്ത് ശീലിപ്പിക്കരുത്. ഇപ്പോൾ ചോറൊക്കെ ആണെങ്കിലും അമിതമായിട്ട് കൊടുക്കേണ്ട. അവർക്കൊരു ലിമിറ്റ് കഴിഞ്ഞാൽ ചില അമ്മമാർ വല്ലാതെ അത് ഫീഡ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അത് വേണ്ട. അവർക്ക് വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവർ ഫുഡ് ചോദിച്ചോളും. അപ്പോൾ അവർക്ക് വിശക്കുമോ അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇനിയും പെട്ടെന്ന് വിശക്കുമെന്ന് കരുതിയിട്ട് നമ്മൾ ഒരുപാട് ഫുഡ് അവരിൽ കൊടുക്കേണ്ട ആവശ്യകതയില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു ടൈപ്പ് 2 ഡയബറ്റീസിലോട്ടൊക്കെ കുട്ടികളിൽ ചെറുപ്രായത്തിൽ തന്നെ കണ്ടുവരുന്നത്. അപ്പോൾ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് പാരൻസ് തന്നെ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വലിയ ആളുകളൊക്കെ ആണെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഒരു നല്ല കൃത്യമായിട്ടുള്ള ഡയറ്റാണ്. നിങ്ങളുടെ ഡയറ്റിനകത്ത് കൂടുതലായിട്ട് പ്രോട്ടീൻസ് ഉൾപ്പെടുത്തുക. നല്ല കൊഴുപ്പുകൾ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല. പല പേഷ്യൻസും ഡയബറ്റീസ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ ചിക്കൻ കഴിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങളത് പൊരിച്ച് വറുത്ത് അങ്ങനെയൊന്നും കഴിക്കാതിരിക്കുക. ജസ്റ്റ് കറി വെച്ചിട്ട് 1-2 പീസൊക്കെ കഴിക്കാം. കാരണം നമുക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ്. പിന്നെ ചെറുപയർ, കടല, നട്ട്സുകൾ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അതായത് ക്ലീൻ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് എക്സ്റ്റേണലി ഉള്ള ക്ലീനിങ് അല്ല ഉദ്ദേശിച്ചത്. നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എടുത്തിട്ട് വയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ജസ്റ്റ് വയറ്റിൽ നിന്നൊക്കെ ഒരു മോഷൻ ക്ലിയർ ആക്കി വിടുക. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഡയബറ്റീസ് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളുടെ കേസിൽ മാത്രമല്ല വലിയ ആളുകളിലും പ്രമേഹം വന്നു കഴിഞ്ഞാൽ വളരെയധികം കോംപ്ലിക്കേഷൻസും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാറുണ്ട്. കൈകാലുകൾക്ക് വരുന്ന തരിപ്പും മരവിപ്പും അതുപോലെ തന്നെ അവരുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിയിൽ വരുന്ന മാറ്റങ്ങൾ, കിഡ്നി ഫങ്ഷൻസ് ചേഞ്ചസ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഒരുപാട് സിംറ്റംസ് അവരിൽ കാണിക്കും. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ആവും. ഇതൊക്കെ ഡയബറ്റീസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം നിങ്ങളുടെ ഏർലി സ്റ്റേജിൽ തന്നെ ഇത് ഡിറ്റക്റ്റ് ചെയ്യുക, അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഡയബറ്റീസ് വന്നു കഴിഞ്ഞു മരുന്ന് കഴിച്ചാലും മറ്റെന്തെങ്കിലും വരും, കിഡ്നി ഡാമേജ് ആവും എന്ന് കരുതിയിട്ട് നിങ്ങൾ അൺകൺട്രോൾഡ് ആയിട്ടുള്ളൊരു ഡയബറ്റിക് സ്റ്റേജിലൂടെ കടന്നു പോകരുത്. പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് ഏർലി സ്റ്റേജിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.